ഹലോ. അപ്പൊ ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ന് ചിച്ചുവിനെ സ്കൂളിൽ കൂട്ടിക്കൊണ്ടുവരാൻ പോയിപ്പോ മിസ് എന്തെങ്കിലും ഇങ്ങനെ ഒരു ലെറ്റർ തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നോർമലി ഇവർക്ക് ഫോട്ടോസ് എടുക്കാറുണ്ട്. അപ്പൊ ഫോട്ടോസ് എടുക്കുന്നത് ഇവർക്ക് പേപ്പറിൽ ഒട്ടിച്ചിട്ട് കൊടുത്തു വിടാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ മീൻസ് ഇവരുടെ വർക്ക് ഷീറ്റുകൾ ഇവർ അന്നാന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നു വിടാറുണ്ട്. അപ്പൊ അതാണെന്നാണ് വിചാരിച്ചേ. പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തു. പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഇത് ആക്ച്വലി ഒരു കോംപ്ലിമെന്റ് ആണ്. കാരണം ഇത് ഋതുവിൻ്റെ ഈ കഴിഞ്ഞ മീൻസ് ഈ നഴ്സറിയിൽ ഋതു എങ്ങനെയായിരുന്നു, ഋതുവിനെ പറ്റിയുള്ളൊരു ക്യാരക്ടറൈസേഷൻ ആണ് ഇത് ഫുള്ള്. ഋതുവിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇത് ഫുള്ള് കൊടുത്തേക്കണേ. ഋതു ക്ലാസ്സിൽ ഫ്രണ്ട്സായിട്ട് എങ്ങനെയാ, മിസ്സിനോട് എങ്ങനെയാ, നോർമലി എങ്ങനെയാണ് ഋതു, ആക്റ്റീവ് ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഋതുവിൽ എന്താണ് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ വേ ഓഫ് ആ ക്ലാസ്സിൽ എങ്ങനെയാണ് അവരുടെ വേ ഓഫ് ലൈഫ് എന്നുള്ളത് നമുക്ക് കയറി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചോദിച്ചറിയാം, മിസ്സിനോട് ചോദിച്ചറിയാം. പിന്നെ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് പോയി അറിയാമെന്നല്ലാണ്ട് നമുക്ക് അങ്ങനെ എക്സ്പ്ലോറേഷൻ ഇല്ല ഇവിടെ. നമുക്ക് കേട്ടറിയാനേ പറ്റുള്ളൂ, കണ്ടറിയാനുള്ളൊരു റൈറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ സന്തോഷമായി. കാരണം അവളുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, നഴ്സറിയാണ്. അപ്പം അതിലെങ്ങനെയാണ് അവളുടെ ഓരോ കാര്യങ്ങളെന്ന് അറിയാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവളെ പറ്റിയൊരു ഐഡിയ. മീൻസ് ഇത്ര നാളും മിസ്സിനോട് ചോദിക്കും, അവളുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നല്ലാണ്ട് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ഇതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ന്യൂ ആയിട്ട് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഡെഫിനറ്റ്ലി അവർ സ്കൂളിൽ പോകുന്നുണ്ട്. അതുമാത്രമല്ല, നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ എഡ്യൂക്കേഷൻ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ അത്ര സ്ട്രിക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പല പാരൻസും നമ്മളങ്ങനെ ഇരുത്തി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവരുടെ കൂടെ ഇരുന്ന് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ അവർക്ക് ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്യണം. എഴുതാനായാലും വായിക്കാനായാലും. ഇപ്പം ഋതുവിനാണെങ്കിൽ ഞാനങ്ങനെ ഇരുത്തി പഠിപ്പിക്കാറൊന്നുമില്ല. എന്നാലും ഡെയിലി ഇവർക്ക് സ്കൂളിൽ നിന്ന് ബുക്ക് കൊടുത്തായിരിക്കും. ബുക്ക് ഇങ്ങനെ വായിച്ച് കഥകൾ പറഞ്ഞു കൊടുക്കും. അവൾക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കാരണം ലെറ്ററൊക്കെ എഴുതി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. ഞാനിത് വായിച്ച് കേൾപ്പിക്കാം. Ritu is lovely, polite little girl who always comes to school with a beautiful smile on her face. Ritu has developed in confidence throughout the year and occasionally volunteers her thoughts and ideas. Ritu is very sociable and has made some lovely friendships. She enjoys spending time with her friends and is often observed in the role play corner or making her own games outdoors. Ritu has tried hard to develop her fine motor control and is beginning to form some letters in her name. Ritu is kind, caring and friendly towards her peers and is a delight to have in class. I have truly enjoyed teaching Ritu this year and I wish her all the best in her new class. അപ്പോൾ ഇത് ഋതു വലുതായി കഴിയുമ്പോൾ ഋതുവിനെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആയിരിക്കും. ഡെഫിനറ്റ്ലി അതൊരു ഹാപ്പിനെസ് ആയിരിക്കും. അതുപോലെ തന്നെ ഋതുവിന് ഈ വർഷം കിട്ടിയിട്ടുള്ള ഈ നഴ്സറിയിലുള്ള ഓരോ ദിവസവും ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇപ്പൊ പെയിന്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കളർ ഐഡന്റിഫൈ ചെയ്തതായിരിക്കാം, അവൾ വരച്ച പിക്ചർ ആയിരിക്കാം, ചിലപ്പോൾ ലെറ്റർ ആയിരിക്കാം. അപ്പൊ അങ്ങനെ പലതും മീൻസ് അവൾ ചെയ്ത ഓരോ കാര്യങ്ങൾ അന്നാന്ന് ദിവസം കൊണ്ടുവരാൻ പോകുമ്പോൾ ഇങ്ങനെ കൊടുത്തായിരിക്കും. അപ്പോൾ അതെല്ലാം മീൻസ് ഇങ്ങനെ ഒരു ഫയലായിട്ട് ഞാൻ കീപ്പ് ചെയ്തേക്കാണ്. എൻ്റെ ആഗ്രഹമായിരുന്നു റൂമിൽ പിൻ ചെയ്ത് വെക്കണം എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ പരിധികളുള്ളത് കാരണം, ലിമിറ്റേഷൻസ് ഉള്ളത് കാരണം ഞങ്ങളത് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വീടൊക്കെ ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഋതുവിൻ്റെ റൂമിൽ ഇത് പിൻ ചെയ്ത് വെക്കാൻ എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അതിന് വേണ്ടി ഞാൻ ഫയലിലാക്കി ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാം. നിങ്ങൾക്കും ഇതേപോലെ ഓരോ എക്സ്പീരിയൻസ്, കുട്ടികളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.